ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു സീക്രട്ട് ലെറ്റർ റീഡിങ് സീരീസ് തുടങ്ങിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം ഞാൻ ഇന്ന് വന്നത് ലെറ്റർ വായിക്കാനല്ല, വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എനിക്ക് വന്ന ലെറ്റേഴ്സിൽ കുറച്ചധികം, അതായത് ഓൾമോസ്റ്റ് ലെറ്റേഴ്സും ബ്രേക്കപ്പ് തന്നെയാണ്. അതിൻ്റെ ലെറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്കപ്പ് സ്റ്റോറി പറഞ്ഞിട്ടുള്ള ലെറ്ററുകളായിരുന്നു. അപ്പോൾ എനിക്കത് വായിച്ചപ്പോൾ ഒരുപാട് വിഷമം തോന്നിയ കാരണം ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടത് കാരണം ഇനി മുന്നോട്ട് എന്ത്, അല്ലെങ്കിൽ ഞാൻ ഇനി എന്താവും, അല്ലെങ്കിൽ എനിക്ക് ആ ഒരാളില്ലാതെ എങ്ങനെ ഞാൻ ജീവിക്കും, ആ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്ന കുറച്ച് ലെറ്റേഴ്സ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ഒരു പെൺകുട്ടി എഴുതിയിട്ടുള്ള ലെറ്റർ അതെനിക്ക് കുറച്ചും കൂടി ഭയങ്കര ആയിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം മേ ബി ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാതെ, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റാണ്ട് അതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആവും എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ആ ഒരു ലെറ്ററിനെ പറ്റി പറയുന്നത്. മുന്നോട്ട് ഞാൻ ആ ലെറ്റർ വായിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെറ്ററിനെ പറ്റി, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ബ്രേക്കപ്പിൽ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ബ്രേക്കപ്പ്, ആ ഒരാൾ പോയതുകൊണ്ട് മാത്രം നമ്മുടെ ലോകം മൊത്തം ഒറ്റപ്പെട്ടതുപോലെ ആയിരിക്കും അല്ലേ? അയാളുടെ ചാറ്റ് ഹിസ്റ്ററി, ഫോട്ടോസ്, വോയിസ് നോട്ട്സ് എല്ലാം നമ്മളെ അത്രയധികം വേദനിപ്പിക്കുന്നുണ്ടാവാം. നീ കരഞ്ഞോളൂ, ഒരുപാട് ഒരിക്കലും കരയരുതെന്ന് ഞാൻ പറയില്ല. പക്ഷേ ജീവിതാവസാനം വരെ നീ ഒരിക്കലും കരഞ്ഞുകൊണ്ടിരിക്കരുത്. കരഞ്ഞ് കുറേ കഴിയുമ്പോൾ നീ തന്നെ മനസ്സിലാക്കും, ആ ഒരാൾ പോയതുകൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒന്നല്ല നമ്മുടെ ജീവിതം. നമുക്കിനി മുന്നോട്ട് ഒരുപാട് ജീവിക്കാനുണ്ട്. ശരിയാണ്, ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ മരണം പോലെ തന്നെയാണ്. ഒരുപാട് ഓർമ്മകളുടെ മരണം, ഒരു ചെറിയ സ്വപ്നത്തിൻ്റെ അവസാനം, ഒരു സ്നേഹത്തിൻ്റെ സമാധി. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിയേ, ശരിക്കും യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് അവിടെ നിന്നല്ലേ? ആ ഒരാൾ പോയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്നാണോ? അല്ല, നമുക്ക് ഇനിയും തുടങ്ങാം. ഒരിക്കലും ബ്രേക്കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫേസ് മാത്രമാണ്. ഒരിക്കലും ആ ഒരാളുടെ ഓർമ്മകൾ കാരണം ഇല്ലാതായി നശിച്ചു പോകേണ്ടതല്ല നിൻ്റെ ജീവിതം. നമ്മളെത്ര ചേർത്ത് പിടിച്ചാലും, നമ്മളിനി എത്ര സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും, നമ്മളെ വിട്ടു പോവേണ്ടവർ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വിട്ടു പോവുക തന്നെ ചെയ്യും. സോ നിന്റെ വേർത്ത് മനസ്സിലാക്കേണ്ടത് നീയാണ്. നിനക്ക് നീ തന്നെ മതിയാവും. എന്തിനാണ് നമുക്ക് ജീവിക്കാൻ മറ്റൊരാളുടെ ആവശ്യം? ഇല്ല. പ്രത്യേകിച്ച് നമ്മളെ വേണ്ടാത്ത ഒരാളുടെ ആവശ്യം നമുക്കുണ്ടോ മുന്നോട്ട് ജീവിക്കാൻ? ഇല്ല. ശരിക്കും മറ്റൊരാൾ നമ്മളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇല്ലാതായി പോകുന്നതാണ് നമ്മുടെ വാല്യൂ? ഒരിക്കലും അല്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നീ ഇപ്പോഴും ആ ഒരു ബന്ധത്തിൽ കുടുങ്ങിയിരിക്കുകയാണോ? വേണ്ട. കാരണം നമ്മുടെ വേർത്ത് നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് മനസ്സിലാക്കാൻ വേറെ ആരും വരത്തില്ല. ട്രസ്റ്റ് മീ. സോ ഗെറ്റ് അപ്പ്, സ്റ്റാർട്ട് അഗെയിൻ. You are not just a memory, you are the story still being written. Bye bye.